നമസ്കാരം, ജോബ് കോർണറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ എന്ന തസ്തികയിൽ PSCയുടെ എക്സാം അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഓൾറെഡി 3 പാർട്ട് ഇലക്ട്രിക്കൽ സെക്ഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇലക്ട്രിക്കൽ സെക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ PSC ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the area of cross section of a conductor is halved and length remains same, its resistance changes എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1/4 times, ഓപ്ഷൻ ബി 1/2 times, ഓപ്ഷൻ സി remain same, ഓപ്ഷൻ ഡി 4 times, ഓപ്ഷൻ ഇ 2 times. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ ആണ്, 2 times ആണ്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ: മെറ്റീരിയൽ ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓപ്ഷൻ എ കാർബൺ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ടങ്സ്റ്റൺ, ഓപ്ഷൻ ഡി സിൽവർ, ഓപ്ഷൻ ഇ നിക്രോം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കാർബൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: PMMC മീറ്റർ എംപ്ലോയീസ്. ഓപ്ഷൻ എ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഓപ്ഷൻ ബി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഓപ്ഷൻ സി എഡ്ഡി കറന്റ് ഡാമ്പിംഗ്, ഓപ്ഷൻ ഡി ഓയിൽ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഓപ്ഷൻ ഇ ന്യൂമാറ്റിക് ഡാമ്പിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: പോളറൈസേഷൻ ഡ്യൂറിങ് എർത്ത് റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് ഈസ് അവോയ്ഡഡ് യൂസിങ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. പോളറൈസേഷൻ ഡ്യൂറിങ് എർത്ത് റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് ഈസ് അവോയ്ഡഡ് യൂസിങ്. ഓപ്ഷൻ എ ആൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് കറണ്ട് സോഴ്സ്, ഓപ്ഷൻ സി പൾസേറ്റിംഗ് ഡയറക്റ്റ് കറണ്ട് സോഴ്സ്, ഓപ്ഷൻ ഡി എ കപ്പാസിറ്റർ, ഓപ്ഷൻ ഇ നൺ ഓഫ് ദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ് എന്നതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: കേബിൾ യൂസ്ഡ് ഫോർ സബ്മറൈൻ പർപ്പസ്. ഓപ്ഷൻ എ VIR കേബിൾ, ഓപ്ഷൻ ബി ലെഡ് ഷീത്തഡ് കേബിൾ, ഓപ്ഷൻ സി ടോപ്പ് ഡ്യുവർ കേബിൾ, ഓപ്ഷൻ ഡി ആർമേർഡ് കേബിൾ, ഓപ്ഷൻ ഇ TRS കേബിൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടോപ്പ് ഡ്യുവർ കേബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കമ്മ്യൂട്ടേറ്റർ ഇൻ എ DC motor. ഓപ്ഷൻ എ കൺവേർട്ട് DC to AC, ഓപ്ഷൻ ബി കൺവേർട്ട് AC to DC, ഓപ്ഷൻ സി ഇൻവേർട്ട് AC to DC, ഓപ്ഷൻ ഡി ഇൻവേർട്ട് DC to AC, ഓപ്ഷൻ ഇ നൺ ഓഫ് ദം. കറക്റ്റ് ആൻസർ കൺവേർട്ട് DC to AC. Question: the change from normal state of conductivity to superconductivity occurs at. Question ഒന്നുകൂടി വായിക്കാം. The change from normal state of conductivity to superconductivity occur at. Option A absolute temperature, option B ambient temperature, option C normal temperature, option D transition temperature, option E room temperature. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ: ഫിൽറ്റർ ഇൻ റെക്ടിഫയർ യൂസ്ഡ് ടു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഫിൽറ്റേഴ്സ് ഇൻ റെക്ടിഫയർ യൂസ്ഡ് ടു. ഓപ്ഷൻ എ റെഗുലേറ്റ് ദ റിപ്പിൾ, ഓപ്ഷൻ ബി ഇൻക്രീസ് ദ റിപ്പിൾ, ഓപ്ഷൻ സി മിനിമൈസ് ദ റിപ്പിൾ, ഓപ്ഷൻ ഡി അവോയ്ഡ് ദ റിപ്പിൾ, ഓപ്ഷൻ ഇ റെഡ്യൂസ് ദ റിപ്പിൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മിനിമൈസ് ദ റിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ: ദ കറണ്ട് സ്റ്റെഡിലി ഇൻക്രീസ് ത്രൂ PN ജംഗ്ഷൻ ഇൻ ദ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ അറ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ദ കറണ്ട് സ്റ്റെഡിലി ഇൻക്രീസസ് ത്രൂ PN ജംഗ്ഷൻ ഇൻ ദ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ അറ്റ്.
Option A, peak voltage. Option B, average voltage. Option C, knee voltage. Option D, peak inverse voltage. Option E, reverse voltage. Correct answer option C ആണ് knee voltage. അടുത്ത question. Material for donor impurities in intrinsic semiconductor. Option A, monovalent. Option B, pentavalent. Option C, quadrivalent. Option D, trivalent. Option E, hexavalent. Correct answer option B ആണ് pentavalent. അടുത്ത question. Bonding in semiconducting materials. Option A, covalent bond. Option B, monovalent. Option C, ionic bond. Option D, coordinate bond. Option E, bivalent. Correct answer option A ആണ് covalent bond ആണ് correct answer. അടുത്ത question. The color band of 0.02.08 ohm plus 5% value resistor is. Question ഒന്നുകൂടി വായിക്കാം. The color band of color band of 0.02.08 ohm plus 5% value resistor is എന്നതാണ് question. Option A, red, black, grey, silver, gold. Option B, red, grey, silver, gold. Option C, red, brown, grey, gold, silver. Option D, red, black, grey, gold, silver. Option E, red, black, grey, gold, silver. Correct answer option A ആണ് red, black, grey, silver, gold. Next question. Failure rate in indicated by which color band in color coding of resistors. Question ഒന്നുകൂടി വായിക്കാം. Failure rate is indicated by which color band in color coding of resistors. Option A, first. Option B, third. Option C, fourth. Option D, second. Option E, last band. Correct answer option E ആണ് last band ആണ് correct answer. അടുത്ത question. Percentage of silver present in German silver. Option A, 73%. Option B, 82%. Option C, 27%. Option D, 47%. Option E, none of them. Correct answer option E ആണ് none of them. അടുത്തത് 15ാമത്തെ question ആണ്. The narrow portion in transistor is. Question ഒന്നുകൂടി വായിക്കാം. The narrow portion in transistor is. Option A, base. Option B, collector. Option C, emitter. Option D, depletion region. Option E, none of them. Correct answer option D, depletion region ആണ്. അടുത്ത question. Interpoles in DC generator is mean for. Option A, improving regulation. Option B, commutation improvement. Option C, neutralizing armature reaction. Option D, codes acting demagnetization. അടുത്തത് option E, none of them. Correct answer option B ആണ് commutation improvement. Next question. Torque of a DC motor is determined by. Option A, speed of motor. Option B, pole flux and armature current. Option C, armature current alone. Option D, number of poles. Option E, field current and angular velocity. Correct answer option B, pole flux and armature current. അടുത്ത 18ാമത്തെ question ആണ്. Direction of the induced EMF in a DC generator is given by. Option A, Fleming's left hand rule. Option B, Fleming's right hand rule.
ഓപ്ഷൻ സി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഓപ്ഷൻ ഡി ഫാരഡേസ് സെക്കൻഡ് ലോ, ഓപ്ഷൻ ഇ കൂളോംസ് ലോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ DC ജനറേറ്റർ. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ് ഈസ് ഹാവിങ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ് ഈസ് ഹാവിങ്. ഓപ്ഷൻ എ ലോ ഹിസ്റ്റീരിസിസ് കോയിഫിഷ്യൻറ്റ്, ഓപ്ഷൻ ബി ഹൈ പെർമിയബിലിറ്റി, ഓപ്ഷൻ സി ലോ റിലക്റ്റൻസ്, ഓപ്ഷൻ ഡി ഹൈ റിറ്റൻറ്റിവിറ്റി, ഓപ്ഷൻ ഇ ഹൈ പെർമിയൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹൈ റീറ്റൻറ്റിവിറ്റി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. കോർ ലാമിനേഷൻ ഇൻ എ ട്രാൻസ്ഫോമർ ഹെൽപ്സ്. ഇത് ഒരുപാട് പ്രാവശ്യം PSCയിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ടു എൻഹാൻസ് റിലക്റ്റൻസ്, ടു റെഡ്യൂസ് എഡി കറൻസ്. അടുത്തത് ഓപ്ഷൻ സി ആണ് ടു റെഡ്യൂസ് കോപ്പർ ലോസ്. അടുത്തത് ഡി ഓപ്ഷൻ ഡി ടു റെഡ്യൂസ് ലീക്കേജ് ഫ്ലക്സ്, ഓപ്ഷൻ ഇ ടു ഇംപ്രൂവ് റെഗുലേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടു റെഡ്യൂസ് എഡി കറൻസ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ DC ജനറേറ്റർ ഇൻക്രീസ് ആസ് ഫ്ലക്സ് ഇൻക്രീസസ്, increase as speed of prime mover reduces. Option C remains same irrespective of flux and speed. Option D increase as field reluctance increases. Option E increases as parallel path in armature increases. Correct answer option A ആണ്. Increases as flux increases. അടുത്ത ക്വസ്റ്റ്യൻ. ലാർജർ ഡയ ആൻഡ് സ്മോളർ ആക്സിയൽ ലെങ്ത് ഓഫ് എ ജനറേറ്റർ ഈസ് സ്യൂട്ടബിൾ ഫോർ സ്ലോ സ്പീഡ് റെവല്യൂഷൻ. ഓപ്ഷൻ ബി ഹൈ സ്പീഡ് റെവല്യൂഷൻ, ഓപ്ഷൻ സി സിങ്ക്രണസ് സ്പീഡ്, ഓപ്ഷൻ ഡി സബ് സിങ്ക്രണസ് സ്പീഡ്, ഓപ്ഷൻ ഡി സൂപ്പർ സിങ്ക്രണൈസ് സ്പീഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സ്ലോ സ്പീഡ് റെവല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രേ ലോസ് ഈസ് അക്കൗണ്ടഡ് ആസ്. ഓപ്ഷൻ എ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക്കൽ ലോസ്, ഓപ്ഷൻ ബി കോപ്പർ ലോസ് ആൻഡ് കോൺസ്റ്റന്റ് ലോസ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്, ഓപ്ഷൻ ഡി കോപ്പർ ലോസ് ആൻഡ് അയോൺ ലോസ്, ഓപ്ഷൻ ഇ വൈൻഡേജ് ലോസ് ആൻഡ് ഫ്രിക്ഷണൽ ലോസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ റെസിസ്റ്റർ ഈസ്. ഓപ്ഷൻ എ ഫോട്ടോ ഡയോഡ്, ഓപ്ഷൻ ബി ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഓപ്ഷൻ സി ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ, ഓപ്ഷൻ ഡി വാരിസ്റ്റർ, ഓപ്ഷൻ ഇ തെർമിസ്റ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആബ്സെൻസ് ഓഫ് 150 ഓം റെസിസ്റ്റർ ഇറ്റ് ക്യാൻ ബിൽഡ് വിത്ത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇൻ ആബ്സെൻസ് ഓഫ് 150 ഓം റെസിസ്റ്റർ ഇറ്റ് ക്യാൻ ബിൽഡ് വിത്ത്. ഓപ്ഷൻ എ 300 ohm resistors in parallel, option B 200 ohm resistor in series, option C 200 ohm in parallel with 150 ohm in series, option D 250 ohm in series and 200 parallel, option E 350 ohm in parallel. Correct answer option D ആണ്. 250 ohm in series and 200 parallel. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കിർച്ചോഫ് വോൾട്ടേജ് ലോ പെർട്ടൈൻസ് ടു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റെസിസ്റ്റർ സർക്യൂട്ട്, ഓപ്ഷൻ ബി DC സർക്യൂട്ട്, ഓപ്ഷൻ സി
AC circuits. Option D, series circuits. Option E, closed circuit. Correct answer option E, closed circuits ആണ്. അടുത്ത question, Thevenin's equivalent circuit is option A, an ideal current source in series with an impedance. Option B, an ideal voltage source in parallel with a sensor. Option C, a voltage source in series with an impedance. Option D, a current source in parallel with an impedance. Option E, a voltage source in series with internal impedance. Correct answer option E ആണ്, a voltage source in series with internal impedance. Next question, coefficient of self-inductance of a coil is given by E divided by di by dt. Option B, n phi divided by I. Option C, ni divided by 1 mu 0 mu x into A. Option D, n square A mu 0 mu x divided by I. Correct answer option D, n square A mu 0 mu x divided by I. അടുത്ത question, if 200 volt rated heater connected to 1 ton volt supply heat produced changes into എന്നതാണ് question. Question ഒന്നുകൂടി വായിക്കാം. A 200 volt rated heater connected to 1 ton supply heat produced changes into option A, half. Option B, twice. Option C, 1/4 times. Option D, 4 times. Option E, 1/8 times. Next question, 50 Newton meter torque driving a rotor at 600 rpm produces a power of option A, 500 watts. Option B, 3140 watts. Option C, 3410 watts. Option D, 1750 watts. Option E, 1570 watts. Correct answer option B ആണ്, 3140 watts. Next question, volt denotes എന്നതാണ് question. Option A, Newton per coulomb. Option B, work done by coulomb. Option C, ampere by charge. Option D, coulomb by charge. Option E, coulomb by Newton. Correct answer option B ആണ്, work done by coulomb. അടുത്ത question, permeance of a magnetic material is option A, reciprocal permeability. Option B, reciprocal of flux density. Option C, reciprocal of reactivity. Option D, reciprocal of permittivity. Option E, reciprocal of reluctance. Correct answer option E ആണ്, reciprocal of reluctance. അടുത്ത question, if frequency of excitation voltage reduces to half of a transformer, its eddy current loss. Option A, increase to 4 times. Option B, increase to 2 times. Option C, reduces to half. Option D, reduces to 1/4 time. Option E, remains constant. Correct answer option D ആണ്, reduces to 1/4 times. അടുത്ത question, 35ാമത്തെ question ആണ്, maximum efficiency can expect for a transformer when, അതായത് ഓപ്ഷൻ എ, വേരിയബിൾ ലോസസ് becomes equal to stray loss. Option B, hysteresis loss become equal to eddy current loss. Option C, eddy current losses become equal to copper loss. Option D, copper loss become equal to constant loss.
Option E, none of this. Correct answer option D ആണ്. Copper loss become equal to constant loss. അടുത്ത ക്വസ്റ്റ്യൻ, പി എഫ് ഓഫ് അതായത് പവർ ഫാക്ടർ ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ലോ അറ്റ് ലൈറ്റ് ലോഡ്സ് ബിക്കോസ് എന്നതാണ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. പവർ ഫാക്ടർ ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ലോ അറ്റ് ലൈറ്റ് ലോഡ് ബിക്കോസ് ഓപ്ഷൻ എ, മാഗ്നറ്റൈസിങ് കറണ്ട് ഈസ് ലോ. ഓപ്ഷൻ ബി, no load current is low. Option C, current required for flux production is low. Option D, flux remains constant. Option E, low flux is produced. Correct answer option D ആണ്, flux remains constant. അടുത്ത ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോർ ലാമിനേഷൻസ് ആർ staggered while stacking in order to. Option A, improve heat dissipation. Option B, reduce the volume of iron. Option C, avoid continuous air gap. Option D, keep reluctance constant. Option E, reduce eddy current. Correct answer option C ആണ്, avoid continuous air gap. Next question, it is not desirable to run induction motor at light loads because. Option A, it will burn the windings. Option B, it will reduce the life of motor. Option C, it will make objectionable noise. Option D, it will cause large current from lines. Option E, it will run the motor at low speed. Correct answer option D ആണ്, it will cause large current from lines. Next question, three-phase motor are preferred in industries because. Option A, they develop unidirectional torque. Next option, they generate uniform torque at all loads. They generate. Option B, they generate uniform torque at all loads. Next option C, they are cheap. Option D, they are easy to wind. Option E, they provided easy speed control. Correct answer option B ആണ്, they generate uniform torque at all loads. യൂണിഫോം ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും at all loads. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദേ ജനറേറ്റ് യൂണിഫോം ടോർക്ക് അറ്റ് ഓൾ ലോഡ്സ്. Next question, enameled copper wire are used for winding purpose because. Option A, they are cheap. Option B, enamel provide better insulation. Next option C, they are easy to handle. Option D, large volume of copper can be accommodated in minimum space. Option E, they are flexible. Correct answer option D ആണ്, large volume of copper can be accommodated in a minimum space. Next question, 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. CT is used in industries along with. Option A, ammeter. Option B, voltmeter. Option C, wattmeter. Option D, kVA meter. Option E, PF meter. Correct answer option A, ammeter ആണ്. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലാർജ് മോട്ടർ ആർ അഡ്വൈസ്ഡ് ടു സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ടർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ലാർജ് മോട്ടർ ആർ അഡ്വൈസ്ഡ് ടു സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ടർ. Option A, for the safety of motor. Option B, for the safety of operator. Option C, for the sake of kVA demand. Option D, for the sake of kW demand. Option E, for the sake of supply system. Correct answer option E ആണ്, for the sake of supply system. Next question, 43 ആണ്. DOL starters are advised up to എന്നതാണ് ക്വസ്റ്റ്യൻ.
Option A 1.5 HP, option B 3 HP, option C 5 HP, option D 7.5 HP, option E 10 HP. Correct answer option C ആണ് 5 HP. അടുത്ത question, creeping error in energy meter is caused due to option A over frictional compensation, light weight of aluminum disc, option C excess pole strength of series magnet, option D deficiency of shunt magnetic pole strength, option E high conductivity of disc material. Correct answer over frictional compensation ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൾട്ടി റേഞ്ച് വാട്ട് മീറ്റർ അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് വോൾട്ടേജസ് ബൈ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മൾട്ടിപ്ലയർ ടെക്നിക്, ഓപ്ഷൻ ബി ഷണ്ട് റെസിസ്റ്റൻസ് ടു മീറ്റർ, ഓപ്ഷൻ സി പൊട്ടൻഷ്യൽ ഡിവൈഡർ ടെക്നിക്, ഓപ്ഷൻ ഡി കറണ്ട് ഡിവൈഡർ ടെക്നിക്, ഓപ്ഷൻ ഇ ബോത്ത് സി ആൻഡ് ബി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പൊട്ടൻഷ്യൽ ഡിവൈഡർ ടെക്നിക്. Next question, if the load current through a parallel combination of 2 ohm and 3 ohm 6 amps current through 2 ohm resistor is, അതൊരു പ്രോബ്ലമാണ്, ഒന്നും കൂടി വായിക്കാം. If the total current through a parallel combination of 2 ohm and 3 ohm is 6 amps, കറണ്ട് ത്രൂ 2 ohm റെസിസ്റ്റർ ഈസ് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ 6 × 6/5 amps, ഓപ്ഷൻ ബി 6 × 2/5 amps, ഓപ്ഷൻ സി 6 × 3/5 amps, ഓപ്ഷൻ ഡി 6 × 3/6 amps, ഓപ്ഷൻ ഇ 6 × 2/6 amps. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 6 × 3/5 amps. അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If the total current through a parallel combination of 2 ohm and 3 ohm is 6 amps, current through 2 ohm resistor is എന്നതാണ് ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 6 × 6/5 amps, option B 6 × 2/5 amps, option C 6 × 3/5 amps, option D 6 × 3/6 amps, option E 6 × 2/6 amps. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 6 × 3/5 amps. അടുത്ത 47ാമത്തെ ക്വസ്റ്റ്യൻ, കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് സെൽ ഈസ് മെഷേർഡ് ഇൻ, എങ്ങനെയാണ് കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് സെൽ ഈസ് മെഷേർഡ് ഇൻ? ഓപ്ഷൻ എ വോൾട്ട് ഹവർ, ഓപ്ഷൻ ബി ആംപിയർ ഹവർ, ഓപ്ഷൻ സി വാട്ട് ഹവർ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഇ ബോത്ത് ബി ആൻഡ് സി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആംപിയർ ഹവർ. അടുത്തത്, ഫ്യൂസ് വയർ ഈസ് എൻ അലോയ് ഓഫ്, ഓപ്ഷൻ എ 67% lead and 33% copper, 33 ഓപ്ഷൻ ബി ആണ്, 33% tin and 67% copper, ഓപ്ഷൻ സി 67% aluminum and 33% copper, ഓപ്ഷൻ ഡി 33% silica and 67% iron, ഓപ്ഷൻ ഇ 33% tin and 67% lead. കറക്റ്റ് ആൻസർ 33% tin and 67% lead, ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ടർ ഇൻ എ ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഈസ് യൂസ്ഡ്, ഓപ്ഷൻ എ അവോയ്ഡ് ഫ്ലിക്കറിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ്, ഓപ്ഷൻ ബി ടു assist heating of filament, option C to initiate discharge with in tube, option D to induce high voltage in choke, option E to avoid radio interference.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടു ഇൻഡ്യൂസ് ഹൈ വോൾട്ടേജ് ഇൻ ചോക്ക്. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യനും ലാസ്റ്റ് ക്വസ്റ്റ്യനുമാണ്. ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് സപ്ലൈ അതോറിറ്റീസ് പെർമിറ്റ് ഓഫ് 3-phase വയറിംഗ് ഓൺലി വെൻ എന്നതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് സപ്ലൈ അതോറിറ്റീസ് പെർമിറ്റ് ഓഫ് 3-phase വയറിംഗ് ഓൺലി വെൻ. ഓപ്ഷൻ എ 3-phase സപ്ലൈ ഈസ് വെരി നിയർ ടു കസ്റ്റമർ പെർമിസ്. If the connector load is between 3 kW and 5 kW of customer. Option D, if the connector load is beyond 3 kW of customer. Option E, if the connector load is below 3 kW of customer. Correct answer option D ആണ്. അതായത് if the connector load is beyond 3 kW of കസ്റ്റമർ എന്നതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനും ആൻസറും നോക്കി. അപ്പോൾ ഇത് ഇലക്ട്രീഷ്യൻ എന്ന ഒരു സെക്ഷനിൽ, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ളതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ എന്ന തസ്തികയിലൊക്കെ ഉള്ള ഇലക്ട്രീഷ്യന് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പോൾ 4ാമത്തെ പാർട്ടാണ്. 5ാമത്തെ പാർട്ട് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ എനേബിൾ ചെയ്യാനും മറക്കരുത്.